ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 28-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. പുനരുത്ഥാനം. സാബത്തിന് ശേഷം ആഴ്ചയുടെ 1-ാം ദിവസം രാവിലെ മഗ്ദല മറിയവും മറ്റേ മറിയവും ശവകുടീരം സന്ദർശിക്കുവാൻ വന്നു. അപ്പോൾ വലിയ ഒരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിൻ്റെ ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് കല്ലുരുട്ടി മാറ്റി അതിന്മേലിരുന്നു. അവൻ്റെ രൂപം മിന്നൽ പിണർ പോലെ ആയിരുന്നു. വസ്ത്രം മഞ്ഞുപോലെ വെളുത്തതും. അവനെക്കുറിച്ചുള്ള ഭയം നിമിത്തം കാവൽക്കാർ വിറപൂണ്ട് മരിച്ചവരെ പോലെയായി. ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. അവൻ ഇവിടെയില്ല. താൻ അരുളി ചെയ്തതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാളാണ് ഇന്ന് ലോകം മുഴുവൻ ആഘോഷിക്കുന്നത്. നമ്മുടെ യേശു മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് എഴുന്നേൽക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞതുപോലെ തന്നെ 3-ാം ദിവസം ഈശോ ഉയർത്തെഴുന്നേറ്റു. ആ ഉയർപ്പ് തിരുനാളാണ് ഇന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നത്. ഈശോയെ അടക്കം ചെയ്യപ്പെട്ട അടുത്ത് മഗ്ദല മറിയവും മറ്റേ മറിയവും ഈശോയുടെ ശവകുടീരത്തിൽ ചെന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു. ഈശോയെ ശവകുടീരത്തിൽ കാവൽ നിന്ന കാവൽ ഭടന്മാർ വിറച്ച് മരിച്ചതുപോലെയായി. ദൂതൻ അവിടെ വന്ന മഗ്ദല മറിയവും മറ്റേ മറിയത്തിനോടും പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന് ആ സന്തോഷ വാർത്ത ആ ദൂതൻ അറിയിച്ചു. യേശുവിൻ്റെ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്ന നമ്മളും ഇതുപോലെ ഈശോയുടെ ഈ തിരുനാൾ ആഘോഷിക്കുന്ന നാം ഓരോരുത്തർക്കും ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്ന് സത്യമായി വിശ്വസിൻ്റെ ഉയർപ്പോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഈശോയുടെ ഉയർപ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഹാപ്പി ഈസ്റ്റർ.